മൈ ജോബ് പോർട്ടലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ച രാജ്യത്തെ വിവിധ സ്ഥാപനങ്ങൾ നോട്ടിഫൈ ചെയ്തിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായി, ഡൽഹി സർക്കാരിന് കീഴിലുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡൽഹി സബോർഡിനേറ്റ് സർവീസസ് സെലക്ഷൻ ബോർഡ് അഥവാ DSSSB അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഓൺലൈനായിട്ടാണ് ഈ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. വിവിധ വകുപ്പുകളിലെ അധ്യാപക വേക്കൻസികളിലേക്ക് വേണ്ടിയിട്ടാണ് ഇവർ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഏകദേശം 5807 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ 1990 വേക്കൻസിയും, സംസ്കൃതത്തിൽ 2025 വേക്കൻസിയും, ഉറുദുവിൽ 917 വേക്കൻസിയും, പഞ്ചാബിയിൽ 38 വേക്കൻസിയും, ബംഗാളിൽ 1 വേക്കൻസിയുമാണ് നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത്. ഗ്രൂപ്പ് ബി കാറ്റഗറിയിൽ പെടുന്ന ഈ വേക്കൻസികളിൽ 4600 രൂപയാണ് ഗ്രേഡ് പേ നിശ്ചയിച്ചിട്ടുള്ളത്. അതാത് സബ്ജക്റ്റിൽ ഉള്ള ഗ്രാജുവേഷനും CTET-ഉമാണ് ഇതിൽ അപേക്ഷിക്കുന്നതിനുള്ള യോഗ്യതയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. അപേക്ഷിക്കുന്നത് ഓൺലൈനായിട്ടാണ്. ഓൺലൈനായിട്ട് അപേക്ഷിക്കുമ്പോൾ നൽകേണ്ട ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 100 രൂപയാണ്. എന്നാൽ വനിതകൾ, SC ST, ഭിന്നശേഷി വിമുക്ത ഭടന്മാർ ഇവർക്കാർക്കും ആപ്ലിക്കേഷൻ ഫീ നിശ്ചയിച്ചിട്ടില്ല. സർവീസ് സെലക്ഷൻ ബോർഡ് നടത്തുന്ന എക്സാം വഴിയാണ് ഈ വേക്കൻസികളിൽ നിയമനം നടത്തുക. ഇത് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ട ഏജ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് 32 വയസ്സാണ്. അതായത് 32 വയസ്സ് കഴിയാൻ പാടില്ല അപേക്ഷകർ എന്ന് ബോർഡ് നിശ്ചയിച്ചിട്ടുണ്ട്. അപേക്ഷിക്കേണ്ട അവസാനത്തെ ഡേറ്റ് 3 ജൂലൈയാണ്. ഈ അടുത്ത മാസം 3 ജൂലൈ വരെ ഇതിനുള്ള സമയമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് www.dssssb.delhi.gov.in സന്ദർശിക്കുക. ഇന്ത്യൻ ആർമിയിലെ ടെക്നിക്കൽ എൻട്രി പോസ്റ്റിലേക്ക് ഷോർട്ട് സർവീസസ് കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. മൊത്തം 191 വേക്കൻസിയാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ 175 എണ്ണം പുരുഷന്മാർക്കും 14 എണ്ണം വനിതകൾക്കും 2 എണ്ണം വിഡോസിനുമാണ് ഉള്ളത്. അതാത് ബ്രാഞ്ചിൽ ഉള്ള BE or BTech ആണ് യോഗ്യതയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും അവസാന വർഷ BTech വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ BE വിദ്യാർത്ഥികൾക്കോ ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. 20നും 27 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ടുള്ള അവസരം. അതായത് 2/10/1994 1/10/2001 മധ്യേ ജനിച്ചവരായിരിക്കണം അപേക്ഷകർ. എന്നാൽ വിധവകൾക്ക് 35 വയസ്സായിട്ട് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. ഷോർട്ട് സർവീസ് സെലക്ഷൻ ബോർഡ് നടത്തുന്ന ഇന്റർവ്യൂവിനെ അടിസ്ഥാനമാക്കിയായിരിക്കും നിയമനം ലഭിക്കുക. നിയമനം ലഭിക്കുന്നവർക്ക് 49 ആഴ്ച നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാം ചെന്നൈയിൽ വെച്ച് നടത്തുകയും ആ കാലഘട്ടത്തിൽ 56,100 രൂപ സ്റ്റൈഫൻഡായി നൽകുകയും ചെയ്യുന്നതാണ്. ട്രെയിനിങ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ലഫ്റ്റനന്റ് തസ്തികയിലായിരിക്കും നിയമനം ലഭിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് www.joinindianarmy.nic.in സന്ദർശിക്കുക. എയർഫോഴ്സ് 334 വേക്കൻസിയിലേക്ക് കോമൺ അഡ്മിഷൻ ടെസ്റ്റിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഫ്ലൈയിങ് ബ്രാഞ്ച്, അക്കൗണ്ട്സ്, മെറ്റീരിയോളജി എന്നീ 3 വിഭാഗങ്ങളിലായിട്ടാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിൽ ഫ്ലൈയിങ് ബ്രാഞ്ചിന് നിഷ്കർഷിച്ചിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് 50% മാർക്കോടുകൂടിയുള്ള +2, അതോടൊപ്പം തന്നെ BE അല്ലെങ്കിൽ BTech 60% പാസ്സായിരിക്കണം. അക്കൗണ്ട്സ് വിഭാഗത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത 60% മാർക്കോടുകൂടിയുള്ള +2, അതോടൊപ്പം തന്നെ BBA, BCom, മാനേജ്മെന്റ് സ്റ്റഡീസ്, സയൻസ് എന്നിവയിലെ ഡിഗ്രി അല്ലെങ്കിൽ CA, CMA, CS, CFO എന്നീ ഡിഗ്രികളുമാണ് പറഞ്ഞിട്ടുള്ളത്. മെറ്റീരിയോളജി വിഭാഗത്തിൽ ഫിസിക്സ് അല്ലെങ്കിൽ മാത്സ് വിഭാഗത്തിൽ 55% ഡിഗ്രിയും അതോടൊപ്പം 50% മാർക്കോടുകൂടിയുള്ള പോസ്റ്റ് ഗ്രാജുവേഷനുമാണ് പറഞ്ഞിട്ടുള്ളത്. അപേക്ഷകർക്ക് ഉണ്ടായിരിക്കേണ്ട വിദ്യാഭ്യാസ യോഗ്യതയെ കൂടാതെ വയസ്സുമായി ബന്ധപ്പെട്ട് ഫ്ലൈയിങ് ബ്രാഞ്ചിൽ 20നും 24നും മധ്യേ, അതായത് 2/7/1998 1/7/2002 മധ്യേ ജനിച്ചവരായിരിക്കണം അപേക്ഷകർ. എന്നാൽ
പൈലറ്റ് ലൈസൻസ് ഉള്ളവർക്ക് 26 വയസ്സ് വരെ പ്രായം അനുവദനീയമാണ്. ഗ്രൗണ്ട് സ്റ്റാഫ് വിഭാഗത്തിൽ 20-നും 26-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ അർഹം. അതായത് 2/7/1996-നും 1/7/2002-നും. ഈ മാസം 30 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷകളെ പറ്റിയും മറ്റു വിവരങ്ങളും കൂടുതലായി അറിയുന്നതിന് www.careerindianairforce.cdac.in അല്ലെങ്കിൽ www.afcat.cdac.in സന്ദർശിക്കുക. സദേൺ റെയിൽവേ 3378 അപ്രന്റീസ് റിക്രൂട്ട്മെന്റ് ഈ വർഷം നടത്തുന്നുണ്ട്. 15-നും 24-നും മധ്യപ്രായമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം. ഇവർക്കായി വേണ്ട വിദ്യാഭ്യാസ യോഗ്യത സദേൺ റെയിൽവേ ആവശ്യപ്പെടുന്നത് SSLCയും അതോടൊപ്പം അതാത് ബ്രാഞ്ചിലുള്ള ITI ആണ്. SSLCയുടെയും ITIയുടെയും മാർക്ക് ലിസ്റ്റ് നോക്കി അതുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്ന റാങ്ക് ലിസ്റ്റ് അനുസരിച്ചായിരിക്കും സെലക്ഷൻ നടത്തുക. 100 രൂപ ആപ്ലിക്കേഷൻ ഫീ ആയി ഇതിന് കൊടുക്കേണ്ടി വരും. ഈ മാസം 30-ാം തീയതി വരെ നമുക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് www.sr.indianrailways.gov.in സന്ദർശിക്കുക. ബാംഗ്ലൂരിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് അഥവാ നിംഹാൻസ് 266 നഴ്സിംഗ് ഓഫീസറുടെ റിക്രൂട്ട്മെന്റിനായിട്ട് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. BSc നഴ്സിംഗ് അല്ലെങ്കിൽ BSc പോസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂടാതെ 2 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപേക്ഷകർ 35 വയസ്സിൽ കൂടുതൽ പ്രായം ഉള്ളവരാവാൻ പാടില്ല. ആപ്ലിക്കേഷൻ ഫീ ആയി ജനറൽ വിഭാഗത്തിന് 1180 രൂപയും SC/ST വിഭാഗത്തിന് 885 രൂപയുമാണ് ഉള്ളത്. ഈ മാസം 28-ാം തീയതി വരെ അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.nimhans.ac.in സന്ദർശിക്കുക. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ 66 വിവിധ വകുപ്പുകളിലായി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 3 വർഷത്തെ കോൺട്രാക്ട് അപ്പോയിന്റ്മെന്റ് ആണ്. അതായത് ഡൽഹി, മുംബൈ, കൽക്കട്ട, ചെന്നൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലായിരിക്കും നിയമനം ലഭിക്കുക. വിവിധ വകുപ്പുകളിലായിട്ടാണ് ഈ 66 വേക്കൻസികൾ ക്ഷണിച്ചിട്ടുള്ളത്. അതിൽ 21 ലോ, 26 ഫിനാൻഷ്യൽ അനാലിസിസ്, ബാങ്കിങ് ട്രാൻസാക്ഷൻ 12, അഡ്മിനിസ്ട്രേഷനിൽ 4, CFDMൽ 3 എന്നിങ്ങനെയാണ് വേക്കൻസികൾ നിലവിലുള്ളത്. അപേക്ഷ ഈ മാസം 19-ാം തീയതി വരെ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.sfio.nic.in സന്ദർശിക്കുക. ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ മൈസൂരിലുള്ള ഓഫീസിൽ 45 വിവിധ വിഭാഗങ്ങളിലായി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജൂനിയർ ആർട്ടിസൻസ് വിഭാഗത്തിൽ 39-ഉം സയന്റിഫിക് അസിസ്റ്റന്റ് വിഭാഗത്തിൽ 6 വേക്കൻസിയുമാണ് ഉള്ളത്. 4 വർഷത്തെ കോൺട്രാക്ട് അപ്പോയിന്റ്മെന്റ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജൂനിയർ ആർട്ടിസൻസ് വിഭാഗത്തിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ വിഭാഗത്തിൽ 7 എണ്ണവും, ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ 9, ഫിറ്റർ വിഭാഗത്തിൽ 5, കെമിക്കൽ പ്ലാന്റ് ഓപ്പറേറ്റർ 18 എന്നിങ്ങനെയാണ് വേക്കൻസികൾ ഉള്ളത്. അതാത് ബ്രാഞ്ചിലെ ITI അല്ലെങ്കിൽ NCVT ആണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. കൂടാതെ 2 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. ഈ ജൂനിയർ ആർട്ടിസൻസ് വിഭാഗത്തിൽ നിയമനം ലഭിക്കുന്നവർക്ക് 19,064 രൂപ എന്ന നിരക്കിൽ ശമ്പളം ലഭിക്കുന്നതാണ്. സയന്റിഫിക് അസിസ്റ്റന്റ് വിഭാഗത്തിൽ BSc കെമിസ്ട്രി അല്ലെങ്കിൽ +2 വിത്ത് ഡിപ്ലോമയാണ് യോഗ്യതയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. കൂടാതെ 2 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവർക്ക് 20,984 രൂപ ശമ്പളമായി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.ecil.co.in സന്ദർശിക്കുക. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ പവർ ഗ്രിഡ് 35 ഡിപ്ലോമ ട്രെയിനികളുടെ റിക്രൂട്ട്മെന്റിനായിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. നിയമനം ലഭിക്കുന്നവർക്ക് നോർത്തേൺ റീജിയണിലായിരിക്കും ജോലി ലഭിക്കുക. ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ 30-ഉം സിവിൽ വിഭാഗത്തിൽ 5 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതാത് ബ്രാഞ്ചിലെ ഡിപ്ലോമയാണ് യോഗ്യതയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ
അധിക യോഗ്യത ഡിസ്ക്വാളിഫിക്കേഷനായി കൺസിഡർ ചെയ്യുക. 27 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. പവർ ഗ്രിഡ് നടത്തുന്ന റിട്ടേൺ എക്സാം മുഖേനയായിരിക്കും അപ്പോയിന്റ്മെന്റ് നടക്കുക. എക്സാം സെന്ററുകളായി ഡൽഹി, ജയ്പൂർ, ഡെഹ്റാഡൂൺ എന്നിവയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ആപ്ലിക്കേഷൻ ഫീ 300 രൂപയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ജൂൺ 15 വരെ ഇതിൽ അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് powergrid.in സന്ദർശിക്കുക. പൊതുമേഖലാ സ്ഥാപനമായ ഡൽഹിയിലെ നാഷണൽ ക്യാപിറ്റൽ റീജിയണൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അഥവാ NCRTCയിൽ 20 എഞ്ചിനീയർ അല്ലെങ്കിൽ ആർക്കിടെക്ട് വിഭാഗത്തിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 3 വർഷത്തെ കോൺട്രാക്ട് പീരീഡ് ആണ് ഈ ജോലിക്ക് പറഞ്ഞിട്ടുള്ളത്. അതിൽ 2 വർഷം സെക്യൂരിറ്റി ബോണ്ട് ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.ncrtc.in സന്ദർശിക്കുക. അപേക്ഷിക്കേണ്ട അവസാന ദിവസം ജൂൺ 11. DRDOയുടെ കീഴിലുള്ള വിവിധ വകുപ്പുകളിലായി 11 ജൂനിയർ റിസർച്ച് ഫെലോകളുടെ ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. 2 വർഷത്തെ കോൺട്രാക്ട് നിയമനമാണ് ഇത്. RIC ചെന്നൈ 1 വേക്കൻസിയും DRDL ഹൈദരാബാദിൽ 10 വേക്കൻസിയുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. RIC ചെന്നൈ മെറ്റീരിയൽ സയൻസ്, ഫിസിക്സ്, അപ്ലൈഡ് സയൻസ് എന്നിവയിലുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ME, MTech ഇൻ മെറ്റീരിയൽ സയൻസ്, നാനോ ടെക്നോളജി, സെൻസർ ടെക്നോളജി എന്നിവയാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ഗേറ്റ് സ്കോറും ഉണ്ടായിരിക്കണം. 28 വയസ്സാണ് അപേക്ഷകർക്കുള്ള പരമാവധി പ്രായം. ജൂൺ 12 മുന്നേ അപേക്ഷിക്കണം. DRDL ഹൈദരാബാദിൽ 10 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ME, MTech, BE or BTech ആണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. അപേക്ഷകർ 28 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാകാൻ പാടില്ല. ജൂൺ 14 വരെയാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഈ 2 കാറ്റഗറിയിലും നിയമനം ലഭിക്കുന്നവർക്ക് 34,000 രൂപ സ്റ്റൈഫൻഡ് നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് drdo.gov.in സന്ദർശിക്കുക. നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് 23 വേക്കൻസികളിൽ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. മെറ്റീരിയൽ ഓഫീസർ തസ്തികയിൽ 10, അസിസ്റ്റന്റ് മാനേജർ തസ്തികയിൽ 4, അക്കൗണ്ട്സ് ഓഫീസർ തസ്തികയിൽ 7, സീനിയർ മാനേജർ തസ്തികയിൽ 2 വേക്കൻസികളാണ് ഉള്ളത്. ഇതിൽ മെറ്റീരിയൽ ഓഫീസർ, അസിസ്റ്റന്റ് മാനേജർ എന്നിവയ്ക്ക് BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ MBA ആണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. ഇവരിൽ മെറ്റീരിയൽ ഓഫീസർ തസ്തികയിൽ അപേക്ഷിക്കുന്നവർക്ക് 1 വർഷത്തെയും അസിസ്റ്റന്റ് മാനേജർ തസ്തികയിൽ അപേക്ഷിക്കുന്നവർക്ക് 2 വർഷത്തെയും എക്സ്പീരിയൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അക്കൗണ്ട്സ് ഓഫീസർ സീനിയർ മാനേജർ കാറ്റഗറിയിൽ CA, CMA, MBA ആണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിൽ അക്കൗണ്ട്സ് ഓഫീസർ തസ്തികയിൽ 1 വർഷത്തെയും സീനിയർ മാനേജർ തസ്തികയിൽ 13 വർഷത്തെയും എക്സ്പീരിയൻസ് ആണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ മാസം 25-ാം തീയതി വരെ അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.nationalfertilizers.com സന്ദർശിക്കുക. കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ കൺസൾട്ടൻസ് ലിമിറ്റഡ് ഫോർമുലേഷൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കൺസൾട്ടന്റ് എന്ന തസ്തികയിൽ ഒരു ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. 1 വേക്കൻസിയാണ് നിലവിലുള്ളത്. BPharm അല്ലെങ്കിൽ MPharm വിത്ത് 10 years എക്സ്പീരിയൻസ് ആണ് ക്വാളിഫിക്കേഷനായി ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപേക്ഷകർക്ക് 60 വയസ്സിന് മുകളിൽ പ്രായം പാടില്ല. ഈ മാസം 15-ാം തീയതി വരെ അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ksdp.gov.in സന്ദർശിക്കുക. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ KFRI വിവിധ പോസ്റ്റുകളിലായി പ്രൊജക്ട് ഫെലോയുടെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ബോട്ടണി അല്ലെങ്കിൽ അഗ്രികൾച്ചറിലുള്ള പോസ്റ്റ് ഗ്രാജുവേഷനാണ് വിദ്യാഭ്യാസ യോഗ്യത. അപേക്ഷകർക്ക് 36 വയസ്സിൽ കൂടുതൽ പ്രായം പാടില്ല. ഈ മാസം 8-ാം തീയതി വരെ അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് kfri.res.in സന്ദർശിക്കുക. ആണ് കോവിഡ് 2ാം ഘട്ടം മൂലം നിർത്തലായ PSC പരീക്ഷകൾ ജൂലൈ മാസം പുനരാരംഭിക്കുമെന്ന് PSC അറിയിച്ചിട്ടുണ്ട്. കൂടാതെ KICD സബ് എഞ്ചിനീയർ തസ്തികയിൽ ഇനി മുതൽ യോഗ്യതയിൽ ചെറിയൊരു മാറ്റവും PSC വരുത്തിയിട്ടുണ്ട്. ഇനി മുതൽ BE or BTech in electrical and electronics engineering ബിരുദമുള്ളവർക്ക് മാത്രമായിരിക്കും അപേക്ഷിക്കുവാൻ കഴിയുക. താങ്ക് യു.